ഹായ് ഫ്രണ്ട്സ്, ഞാൻ സലിൻ ജോസഫ് ഫ്രം മാർട്ടിയോ. ഈ ചാപ്റ്ററിൽ ഈ ഷേപ്പിലുള്ളൊരു ബൗണ്ടറി വാളാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ആദ്യം തന്നെ നമുക്ക് ഒരു ന്യൂ മെട്രിക് ഫാമിലി ക്രിയേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക, ന്യൂയിൽ കൊണ്ടുവരിക, ഫാമിലി ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇംഗ്ലീഷിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് കുറേ മെട്രിക് ഫാമിലീസ് ഇവിടെ ഉണ്ട്. നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെട്രിക് ലൈൻ ബേസ്ഡ് ഡബിൾ ക്ലിക്ക് ചെയ്തു. നമുക്ക് ഇവിടെ ഒരു ഇൻ്റർഫേസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്താണ് നമ്മൾ ബൗണ്ടറി വാൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായി നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു എക്സ്ട്രൂഷൻ ക്രിയേറ്റ് ചെയ്യാം. റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളൊരു എക്സ്ട്രൂഷൻ സെറ്റ് ചെയ്യാണ്. നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഡയമെൻഷൻസ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. നമുക്കൊരു 200 മതി. എൻ്റർ ചെയ്തു. ഇതും നമുക്ക് ഒരു 200 മതി. എൻ്റർ ചെയ്തു. ഓക്കെ, ഇനി നമ്മളിതിനെ എത്ര ഇതിൻ്റെ എക്സ്ട്രൂഷൻ എൻഡ് നമുക്കൊരു 800 കൊടുക്കാം. ഓക്കെ, ഇനി നമ്മളിതിനെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്കൊന്ന് മൂവ് ചെയ്യിപ്പിച്ച് ഇതിൻ്റെ സെൻറ്ററിലാക്കിയിടാം. ഇതിനെ നമുക്ക് ഈ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്യുക, നേരെ വലിച്ച് ഇതിൻ്റെ സെൻറ്ററിലാക്കിയിടാം. ഓക്കെ, ഇപ്പോൾ സെൻറ്ററിലായി. നമുക്കിതിൻ്റെ ജസ്റ്റ് 3D വ്യൂ ഒന്ന് നോക്കാം. ഓക്കെ, ഒരു പില്ലർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഫ്ലോർ പ്ലാൻ ഇപ്പം. ഇനി ഇതുപോലെ തന്നെ നമുക്കൊരു എക്സ്ട്രൂഷൻ നമുക്ക് വേണം. അതായത് വാള് നമുക്ക് ഒരു ഷേപ്പിലുള്ള വാളാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒന്നുകൂടി ക്രിയേറ്റ് ഇപ്പോൾ എക്സ്ട്രൂഷൻ എടുക്കുക, അതിൻ്റെ പ്ലെയിൻ സെറ്റ് ചെയ്യുക. പ്ലെയിൻ നമുക്ക് പിക്ക് എ പ്ലെയിൻ കൊടുക്കാം. സെൻറ്ററിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഫ്രണ്ട് വ്യൂ ആണ് എടുക്കുന്നത്, ഓപ്പൺ വ്യൂ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മളൊരു ലൈൻ നമ്മളൊരു എത്ര 800 അത് എടുക്കുന്നത്, നമുക്കൊരു 700 കൊടുക്കാം. എൻ്റർ കൊടുത്തു. ഇങ്ങോട്ടേക്ക് നമുക്കൊരു 50 mm കൊടുക്കാം. ടൂൾ റിലീസ് ചെയ്തു. ഇതിന് നമുക്കൊരു ഓഫ്സെറ്റ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓഫ്സെറ്റ് ക്ലിക്ക് ചെയ്യുക. ഓഫ്സെറ്റിൻ്റെ വാല്യൂ എത്ര 800 തന്നെ എടുക്കണേ, നമുക്ക് അതിന് എടുക്കട്ടെ. നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ നമുക്കൊരു വേറൊരു ഓഫ്സെറ്റ് ലൈൻ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എൻഡിൽ നിന്ന് ഒരു 50 mm ഒരു ഇതുകൂടി വരയ്ക്കാം. നമുക്ക് 50 എന്ന് കൊടുത്തു. ഇനി ഒരു ആർക്ക് കൊടുക്കാം. നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് ഈ 2 പോയിൻ്റ് ക്ലിക്ക് ചെയ്ത് ചെറിയൊരു ആർക്ക് നമ്മൾ കൊടുക്കാം. എത്രയാ, ഓക്കെ, ആർക്ക് കൊടുത്തു. താഴത്തെ ലൈൻ തമ്മിൽ കണക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്തു, കണക്ട് ചെയ്തു. ഓക്കെ, എക്സ്ട്രൂഷൻ ഹൈറ്റ് നമ്മുടെ 800 ആണ് കിടക്കുന്നത്. അതങ്ങനെ കിടക്കട്ടെ, നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഓക്കെ അടിച്ചപ്പോൾ നമുക്കൊരു എക്സ്ട്രൂഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റെഫറൻസ് ലെവലിൽ പോവാം. ഫ്ലോർ പ്ലാൻ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമുക്കിതിനെ ഹൈറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതിൻ്റെ ഫുള്ളായിട്ട് വേണ്ട, നമുക്ക് കുറച്ചിടാം. ഓക്കെ, നമുക്കിത് ഈക്വൽ ചെയ്തിടാം. ഇതിൻ്റെ സെൻറ്റർ ഈക്വൽ ചെയ്തിടാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അനോട്ടേറ്റിൽ പോവാം. അലൈൻഡ് ടൂൾ എടുക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 1.75 74 നടക്കണേ. ഓക്കെ, നമ്മളിതിനെ ക്ലിക്ക് ചെയ്ത് ഈക്വലാക്കി ഡിലീറ്റ് ചെയ്ത് കളയാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനൊരു ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ 3D വ്യൂ ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇങ്ങനെ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുകൂടി ഫ്ലോർ പ്ലാനിൽ പോവാം. ഇനി നമ്മളിതിനെ ഒരു അറേ ചെയ്യാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിതിനെ ആദ്യം സെലക്ട് ചെയ്യുക, മൊത്തത്തിൽ സെലക്ട് ചെയ്യുക. ഈ ഡയമെൻഷൻ നമുക്ക് വേണ്ട, ഡിലീറ്റ് ചെയ്യുക. സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ അറേ ടൂൾ എടുക്കുകയാണ്. അറേ ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ ഇവിടെ ഇതിൻ്റെ ഓപ്ഷൻ നമ്പർ 2 നമുക്ക് എത്ര എണ്ണം വേണമെന്നുള്ളതാണ്. നമ്പർ 2 നമ്മൾ 5 കൊടുത്തിട്ടുണ്ടെങ്കിൽ 5 വരും.
അത് പിന്നെ മൂവ് ടു സെക്കൻഡ്, അത് നമുക്ക് ഫസ്റ്റത്തെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അളവിലായിരിക്കും ബാക്കിയെല്ലാം കിടക്കുന്നത്. നമ്മൾ 2 കൊടുക്കുന്നതുകൊണ്ട് ഒരു കോപ്പി ചെയ്ത പോലെ ആയിരിക്കും. ലാസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ലാസ്റ്റ് കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് എത്ര എണ്ണം വേണമെന്ന് വെച്ചാൽ അത് വരും. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് 2-ലാണ് നമ്മൾ കൊടുക്കുന്നത്, നമ്പർ 2 കൊടുക്കുന്നത്, സെക്കൻഡാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അതിന് ശേഷം നേരെ വലിച്ച് ഇതിൻ്റെ എൻഡിൽ കൊണ്ടൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് 2 എണ്ണം കിട്ടിയിട്ടുണ്ട് ഇവിടെ അല്ലേ, ഇവിടെ 2 ഇത് കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് ഇതിനെ ഒന്ന് മൂവ് ചെയ്യിപ്പിച്ച് നമുക്ക് അറ്റത്തേക്ക് ഇടാം. അറ്റത്തേക്ക് ഇട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലോക്കായിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 2 ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്ക് എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അറേ ചെയ്യണം. അറേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറേ ചെയ്തിട്ടുണ്ട്, നമ്മളതിനെ ഒരു ഇത് കൊടുക്കണം, ടാഗ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്തിപ്പോൾ കണ്ടോ നേരെ അതിൻ്റെ മുകളിലായിട്ട് കേട്ടോ 2 എന്നുള്ളൊരു ഓപ്ഷൻ വന്നാൽ കാണണ്ട, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ നമുക്ക് ഇവിടെ കാണാം ഒരു 2 എന്നൊരു നമ്പർ കാണാം, അതായത് എത്ര എണ്ണാണെന്നുള്ളതിനാണ്. അത് നമുക്ക് അതിനൊരു പേര് കൊടുക്കാം. നമുക്ക് അതിന് പേരെന്ന് കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെവലിൽ പോവാം, ലെവലിൽ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ആഡ് പാരാമീറ്റേഴ്സ് കൂടാം. ആഡ് പാരാമീറ്റേഴ്സിൽ നമുക്ക് അതിനെ ബ്ലോക്ക് എന്ന് പേരിടാം. ഓക്കെ, ബ്ലോക്ക് എന്ന് പേരിട്ടു. അതിന് നമുക്ക് ഇൻസ്റ്റൻസിൽ കൂടാം. ഓക്കെ അടിച്ചു. അപ്പോൾ അതിന് പേര് വന്നു, ബ്ലോക്ക് എന്ന് പേര് വന്നു. കണ്ടാ ഇവിടെ നോക്കി കാണാൻ നിങ്ങൾക്ക് ബ്ലോക്ക് എന്നുള്ളൊരു പേര് വന്നേ കണ്ട. ഓക്കെ, എൻ്റർ ചെയ്തു. ഇനി നമുക്ക് ഈ പോർഷൻ നമുക്ക് ഇവിടെ ലോക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് അലൈൻ ടൂൾ എടുക്കുക, ഈ റെഫറൻസ് പ്ലെയിന് ക്ലിക്ക് ചെയ്തു, ഇതിനെ ക്ലിക്ക് ചെയ്തു, നമ്മൾ ലോക്ക് ചെയ്തു. അതിനുശേഷം ഈ 2 പീസും ഇതും കൂടി നമുക്ക് ലോക്ക് ചെയ്യാം. ഇതിനെ ക്ലിക്ക് ചെയ്തു, വീണ്ടും ഇതിനെ ക്ലിക്ക് ചെയ്തു, ലോക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ എന്താ ഫാമിലി ടൈപ്സിൽ പോയിട്ട് നമുക്ക് ചെറിയൊരു ഫോർമുല അപ്ലൈ ചെയ്യാം. അതിനുവേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് ഡിഫാൾട്ടായിട്ട് എടുക്കുന്നത് 2000 എടുക്കണേ കേട്ടോ. ഈ ലെങ്ത്ത് 2000 എടുക്കണത്. അത് നമ്മളിപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 1000 ആയതുകൊണ്ടാണ്. അപ്പോൾ ഡബിൾ വന്നപ്പോൾ 2000 ആയി. ഇപ്പോൾ നമ്മൾ ഇത് 800 ആണെങ്കിൽ ഇവിടെ 1600 വരും. അപ്പോൾ നമ്മൾ കിടക്കുന്നത് 1000-1000ൻ്റെ ബ്ലോക്കാണ് ലെങ്ത്ത്. ഇത് ബ്ലോക്കിൻ്റെ ലെങ്ത്താണ്, ബ്ലോക്കിൻ്റെ എണ്ണമാണ് ഈ കാണിച്ചേക്കണത് 2 എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു വാൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ 2000 ആയിരിക്കില്ല, നമ്മൾ കൂട്ടിയായിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ അതിനകത്ത് എത്ര എണ്ണം വേണം എന്നുള്ളത് നമ്മൾ ഇതിനകത്തൊരു ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലെങ്ത്തിനെ നമ്മൾ ഈ ബ്ലോക്കിൻ്റെ ലെങ്ത്ത് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ഫസ്റ്റ് തന്നെ ബ്ലോക്ക് എന്ന് പേരെടുക്കാം. ബ്ലോക്ക്. ഓക്കെ, ബ്ലോക്ക് എന്ന് പേരെടുത്തു. അപ്പോൾ ഈ എത്ര നീളത്തിൽ നമ്മൾ വരയ്ക്കണം, അതായത് ഇപ്പോൾ ഒരു 10 എണ്ണം വരയ്ക്കുകയാണെങ്കിൽ 10 എണ്ണത്തിൻ്റെ ഈ 1000 കൊണ്ട് ഗുണിച്ചതിന് ശേഷമായിരിക്കും ഈ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഇൻറ്റു കൊടുക്കാം. ഇൻറ്റു കൊടുത്തിട്ട് എന്താ കൊടുക്കണേ, 1000. നമ്മൾ 1000 ആണ് ബ്ലോക്കിൻ്റെ ലെങ്ത്ത്, അതുകൊണ്ടാണ് 1000 കൊടുക്കുന്നത്. ഓക്കെ, അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒരു ലോഡ് ഇൻ ടു പ്രൊജക്റ്റിൽ പോവാം. അതിന് നമ്മൾ ലോഡ് ഇൻ ടു പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ബൗണ്ടറി വാൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലേസ് ഓൺ ഫേസ് നമുക്ക് കിട്ടില്ല, കാരണം നമ്മൾ ഫേസിലല്ല അത് വരയ്ക്കാൻ പോകുന്നത്, ഫേസിലല്ല നമ്മൾ പ്ലേസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ വർക്ക് പ്ലെയിനിലല്ല ചെയ്യണം. അപ്പോൾ നമ്മൾ വർക്ക് പ്ലെയിൻ ക്ലിക്ക് ചെയ്യുക, പ്ലേസ് ഓൺ വർക്ക് പ്ലെയിൻ. ഇനി നമ്മൾ ഇതിനെ ഒന്ന് വരച്ച് നോക്കാം. സൂം ചെയ്ത് നോക്കാം. ഉണ്ടോ, നമ്മൾ വരച്ച വാള് ഇവിടെ വന്നിട്ടുണ്ട്, നമ്മൾ ക്രിയേറ്റ് ചെയ്ത വാള്. അതിൻ്റെ 3D വ്യൂ ഒന്ന് നോക്കാം. ഇങ്ങനെ ഒരു വാള് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിൻ്റെ വ്യൂ ഒന്ന് നോക്കാം, ഷെയ്ഡ് വ്യൂ നോക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ബൗണ്ടറി വാള് ക്രിയേറ്റ് ചെയ്യുന്നത്. ബൗണ്ടറി വാളോ അല്ലെങ്കിൽ നമുക്ക് സ്പെയർ പെറ്റിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡിസൈൻസ് വേണമെങ്കിൽ നമുക്ക് അതും ഇതുപോലെ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.
താങ്ക് യു.